സാമ്പാർ ഇനി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ടേസ്റ്റിന്റെ കാര്യത്തിൽ ഒന്നും ഒരു കോംപ്രമൈസ് ഇല്ലാത്ത ഒരു സാമ്പാറാട്ടോ ഇത്. ഇതാണ് അരച്ചൊഴിച്ച സാമ്പാർ. ഇത് ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ. കാണുമ്പോഴേ അറിയാലോ എന്തുമാത്രം ടേസ്റ്റി ആയിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. കൂടെ കാണുന്ന ആ ബെല്ലൈക്കണിൽ ഓൾ തന്നെ മറക്കാതെ ഒന്ന് അമർത്തിയേക്കണേ. എന്നാ പിന്നെ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനായി ഒരു കുക്കർ ഒന്ന് എടുത്തു വെച്ച് അതിലേക്ക് ഒരു 1/2 കപ്പ് തുവരപ്പരിപ്പാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ ഒരു സവാള അത്യാവശ്യം വലുതായി തന്നെ അരിഞ്ഞങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും അതിലേക്ക് ഒരു 2 തക്കാളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. വലുതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും. കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് ഒരു 1/2 ടീസ്പൂൺ ഒക്കെ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി അത് പൊങ്ങാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് ചെറുതായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു 5 വിസിൽ വരെ വേവിക്കാം കേട്ടോ. ഈ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു 5 വിസിൽ വരെ ഇവിടെ അങ്ങ് വേവട്ടെ. ഇത് ഇവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും നമുക്കൊരു മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂൺ ഉഴുന്നും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇതങ്ങ് ഫ്രൈ ആയി വരും. അത്യാവശ്യം ഒരു ബ്രൗൺ നിറത്തിലേക്ക് ഒന്ന് എത്തണം കേട്ടോ. അതുവരെയും ഒന്ന് ഫ്രൈ ആക്കി കൊടുക്കണം. ഇത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 5-6 വറ്റൽമുളകും കൂടെ ചേർത്ത് വീണ്ടും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഇതും അത്യാവശ്യം ഒരു ബ്രൗൺ നിറത്തിൽ എത്തുന്നത് വരെയും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഇപ്പൊ ദാണ്ട് എല്ലാം ഒന്ന് ബ്രൗൺ നിറത്തിലൊക്കെ ഒന്ന് എത്തിയിട്ടുണ്ട്. ഈ സമയം ആകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങയും കൂടെ ചേർത്ത് വീണ്ടും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. തേങ്ങയൊക്കെ ചെറുതായിട്ട് ആ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തണം കേട്ടോ. അതുവരെയും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കണം. കൂടെ തന്നെ നിന്ന് ഫ്രൈ ആക്കണം കേട്ടോ. ഇട്ടിട്ട് എവിടെയും പോവുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് ഇതല്ലെങ്കിൽ അങ്ങ് കരിഞ്ഞു പോകും. ഇപ്പൊ ഇതൊന്നും ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ മല്ലി ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ മല്ലിപ്പൊടി ചേർത്ത്. നിങ്ങളുടെ കയ്യിൽ മല്ലി ഉണ്ടെങ്കിൽ ആദ്യമേ ഇതിന്റെ കൂടെ ഇട്ടങ്ങ് ഫ്രൈ ആക്കി എടുത്താൽ മതിയാവും. ഇനി ഈ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ വീണ്ടും ഒന്നങ്ങ് ഫ്രൈ ആക്കി എടുക്കാം. ഇതുവരെയൊക്കെ ഒന്ന് മതിയാവും. 1 മിനിറ്റ് ഒക്കെ ഒന്ന് മതിയാവും. ഇനി ഇതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫാക്കി ഒന്ന് തണുക്കാനായി വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക, വെള്ളം ഒന്നും ഒഴിക്കാതെ. അതിനുശേഷം വീണ്ടും വെള്ളം ഒഴിച്ച് ഇതുപോലെ അത്യാവശ്യം നല്ല പേസ്റ്റ് ആയിട്ട് ഒന്നങ്ങ് അരച്ചങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാനായി തുടങ്ങാം കേട്ടോ. അതിനൊരു പാത്രം ഒന്ന് എടുത്ത് ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 വറ്റൽമുളകും ഇതുപോലെ 2ആയി കട്ട് ചെയ്തങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 10-20 കുഞ്ഞുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി അത്യാവശ്യം ഒന്ന് വയണ്ട് ചെറിയൊരു കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നങ്ങ് വയറ്റി കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റൊക്കെ ഒന്ന് വയറ്റിയെടുക്കണം കേട്ടോ. അതാണ്ട് ഈ പരുവം വരെയൊക്കെ ഒന്നാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ഒരു 2 കിഴങ്ങ് കേട്ടോ ഞാൻ അന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. കിഴങ്ങില്ലാതെ ഇത് ഉണ്ടാക്കാം കേട്ടോ. പക്ഷെ കിഴങ്ങ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്, അതാണ് ചേർത്തത്. ഇനി വീണ്ടും ഒന്നും കൂടെ അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് വയറ്റിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ച ആ പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും നന്നായി അങ്ങ് വയറ്റി കൊടുക്കാം കേട്ടോ. ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം. അതിനായി നമ്മുടെ മിക്സി കഴുകി അതിലേക്ക് ആ വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാം. ഏതാണ്ട് 1 കപ്പ് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട്. അതും ചേർത്ത് വീണ്ടും ഇതൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പൊ ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി എടുത്ത് പിഴിഞ്ഞ് അതിന്റെ നീരാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച് നമ്മുടെ പരിപ്പിന്റെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ പരിപ്പൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതും ചേർത്ത് ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാട്ടോ ഇത്. ഈ സമയം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നോക്കിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് വീണ്ടും ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഒരു
2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാവും. ഇപ്പൊ ദാണ്ട് ഒരു 3 മിനിറ്റ് ഒക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു സാമ്പാറാട്ടോ. ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.